ജയശ്രീ പാർത്ഥൻ പോണ്ടിച്ചേരിയിൽ നിന്നാണ്. നമുക്ക് ഷഷ്ഠസ്കന്ധത്തില് പയോവ്രതം എന്നുള്ള വ്രതത്തെക്കുറിച്ചുള്ള അധ്യായമാണ് ഗുരുവായൂരപ്പൻ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ വ്രതത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളെ എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ യജ്ഞത്തിലേക്ക് മധ്യാഹ്ന പ്രഭാഷണത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരുജിക്കും ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മദർ ടങ് തമിഴാണ്. അതുകൊണ്ട് ഞാൻ ഈ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്, സിമ്പിൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. തമിഴിൽ പറയുകയാണെങ്കിൽ തമിഴ് പറഞ്ഞോളൂ, വിരോധമൊന്നുമില്ല. ഏതാണോ അല്ല, എന്തായാലും തമിഴിൽ അത്ര ലിറ്ററേച്ചർ ഒന്നും അറിഞ്ഞൂടാ, തമിഴും പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് സ്കൂളിലൊക്കെ. എന്തായാലും കുഴപ്പമില്ല. എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക്ക് സ്കന്ധം 8 അധ്യായം 16 പയോവ്രതം. സപ്തഋഷികളിൽ ഒരു ഋഷിയാണ് കശ്യപ മുനി. ദേവന്മാരുടെ അച്ഛനും അതിഥിയുടെ ഭർത്താവുമായിരുന്നു കശ്യപ പ്രജാപതി. അസുരന്മാർ സ്വർഗം സ്വാധീനപ്പെടുത്തിയതിനാൽ ദേവന്മാർ ദേവലോകത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. ദേവമാതാവായ അതിഥി വല്ലാതെ ദുഃഖിതയായി. കശ്യപ പ്രജാപതി കുറെ കാലമായി തപസ്സിലായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അതിഥിയുടെ ആശ്രമത്തിലേക്ക് വന്നു. തീരെ സന്തോഷമില്ലാതെ വിഷാദമുഖമായിരുന്നു ആശ്രമാന്തരീക്ഷം. അതിഥി മഹർഷിയെ സൽക്കരിച്ചിരുത്തി. അതിഥിയുടെ മുഖം വാടിയിരിക്കുന്ന കണ്ടിട്ട് പ്രകാരം ചോദിച്ചു, ബ്രാഹ്മണർക്ക് വല്ല ദുഃഖവും നേരിട്ടുവോ? അതുകൊണ്ട് ധർമ്മത്തിനും ഹാനിയും ലോകത്തിൽ നാശവും സംഭവിച്ചുവോ? ഭവതിയുടെ പുത്രന്മാർക്കെല്ലാം ക്ഷേമമല്ലേ? അതിഥി മറുപടി പറഞ്ഞു, സർവജ്ഞായ മഹർഷിയെ, ബ്രാഹ്മണർ, പശുക്കൾ, ധർമ്മം, ജനങ്ങൾ എന്നിവർക്കെല്ലാം ക്ഷേമം തന്നെ. ഞാനും എൻ്റെ പുത്രന്മാരും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഐശ്വര്യം, ശോഭ, കീർത്തി ഇവയെല്ലാം ശത്രുക്കൾ അപഹരിച്ചിരിക്കുന്നു. അതിനാൽ സമുദ്രത്തിൽ മുങ്ങിക്കിടകയാണ് ഞങ്ങൾ. നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളും സ്ഥാനവും മാനവും എൻ്റെ പുത്രന്മാർക്ക് വീണ്ടും കിട്ടുവാൻ അതിഥി പ്രാർത്ഥിച്ചു. ഇങ്ങനെ അതിഥി അപേക്ഷിച്ചപ്പോൾ കശ്യപ മുനി മറുപടി പറഞ്ഞു, സന്തതിക്കായി ഇതേ ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ പണ്ട് ബ്രഹ്മദേവൻ എനിക്ക് ഉപദേശിച്ചിരുന്നതും വിഷ്ണു ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതുമായ പയോവ്രതത്തിന്റെ ഞാൻ ഉപദേശിക്കാം. ഇപ്പൊ നമുക്ക് കശ്യപ മുനിയുടെ ഉപദേശങ്ങൾ ഒന്നൊന്നായിട്ട് കാണാം. വ്രതത്തിന്റെ ആരംഭം. മീനമാസത്തിൽ ശുക്ലപക്ഷത്തിൽ പ്രഥമ ദിവസം മുതൽ ദ്വാദശി വരെയുള്ള 12 ദിവസവും പാൽ മാത്രം സ്വീകരിച്ച് വ്രതത്തെ പരമഭക്തിയോടുകൂടി ദീക്ഷിച്ചുകൊണ്ട് ശ്രീഹരിയെ പൂജിക്കണം. വ്രതാരംഭം ദിവസത്തിനു തലേ ദിവസമായ അമാവാസി നാൾ മണ്ണുകൊണ്ട് ദേഹം മുഴുവനും തേച്ച് പുണ്യനദിയിൽ സ്നാനം ചെയ്യണം. ത്വം ദേവ്യാദി വരാഹേണ രസയാ സ്ഥാനമിച്ഛതാ ഉദ്ധൃതാസി നമസ്തുഭ്യം പാപ്മാനം മേ പ്രണാശയ. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം മണ്ണ് ദേഹത്തിൽ തേച്ച് സ്നാനം ചെയ്യണം. അനന്തരം നിത്യനൈമിത്തിക കർമ്മങ്ങൾ ചെയ്ത് ശ്രീഹരിയെ
ബിംബത്തിലോ ഭൂമിയിൽ പത്മമിട്ട് അതിലോ സൂര്യനിലോ ജലത്തിലോ മനസ്സൊതുക്കത്തോടുകൂടി ഭഗവാനെ പൂജിക്കുക. ഒരു 9 ശ്ലോകങ്ങൾ മന്ത്രം ഭഗവാനെ ആവാഹനം ചെയ്യുന്ന മന്ത്രങ്ങൾ 9 ശ്ലോകങ്ങളുണ്ട്. ഞാൻ വായിക്കാം. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂത നിവാസായ വാസുദേവായ സാക്ഷിണേ നമോ വ്യക്തായ സൂക്ഷ്മായ പ്രധാന പുരുഷായ ച ചതുർവിംശ ഗുണജ്ഞായ ഗുണസംഖ്യാനഹേതവേ സംഖ്യാനഹേതവേ നമോ ദ്വിഷീർണേ ത്രിപദേ ചതുർശൃംഗായ തന്തവേ സപ്തഹസ്തായ യജ്ഞായ ത്രയീ വിദ്യാത്മനെ നമഃ. നമഃ ശിവായ രുദ്രായ നമഃ ശക്തിധരായ ച സർവവിദ്യാധിപതയെ ഭൂതാനാം പതേ നമഃ. നമോ ഹിരണ്യഗർഭായ പ്രാണായ ജഗദാത്മനെ യോഗൈശ്വര്യ ശരീരായ നമസ്തേ യോഗഹേതവേ. നമസ്ത ആദിദേവായ സാക്ഷിഭൂതായ തേ നമഃ. നാരായണായ ഋഷയേ നരായ ഹരേ നമഃ. നമോ മരഗദശ്യാമ വപുഷേദി യഥാശ്രിയേ ദിഗധാശ്രിയേ കേശവായ നമസ്തുഭ്യം. നമസ്തേ പീതവാസസേ ത്വം സർവവരദ പുംസാം വരേണ്യ വരദർഷഭ അധസ്തേ ശ്രേയസേ ധീര പാദരേണു ഉപാസത്തെ. അൻവർത്തന്ത യം ദേവാ ശ്രീശ്ച തത്പാദപത്മയോഃ സ്പൃഹയന്ത ഇവാമോദം ഭഗവാൻ മേ പ്രസീദതാം. ഈ ശ്ലോകങ്ങൾ ഈ മന്ത്രങ്ങൾ കൊണ്ട് ആവാഹനം ചെയ്ത് സൽക്കരിച്ച ഭഗവാനെ പാദ്യം ആചമനീയം മുതലായ ഉപചാരങ്ങൾ കൊണ്ട് പൂജിക്കണം. ചന്ദനവും മാലയും കൊണ്ട് അലങ്കരിച്ച ശേഷം പാൽ അഭിഷേകം ചെയ്യണം. പിന്നീട് വസ്ത്രം, പൂണൽ, ആഭരണങ്ങൾ എന്നിവ അണിയിക്കണം. പാദ്യം ആചമനീയം, ചന്ദനം, പുഷ്പം മുതലായവ കൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ജപിച്ച് നിവേദ്യം അഗ്നിയിൽ ഹോമിക്കണം. ബാക്കിയുള്ള നിവേദ്യം ഭക്തന്മാർക്ക് പ്രസാദമായി കൊടുക്കണം. പിന്നെ താംബൂലവും നിവേദിക്കണം. പൂജയുടെ അവസാനത്തിൽ ദ്വാദശാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ 108 തവണ ജപിക്കണം. ഗീതം, കൃഷ്ണലീലകളെ സൂചിപ്പിക്കുന്ന സ്തോത്രങ്ങൾ സ്തുതിച്ച ശേഷം ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് ദണ്ഡനമസ്കാരം ചെയ്യണം. 2 അധികമോ ബ്രാഹ്മണർക്ക് പായസത്തോടുകൂടി അന്നദാനം ചെയ്യണം. ബ്രാഹ്മണരുടെ അനുമതിയോടുകൂടി ബന്ധുക്കളോടൊപ്പം ബ്രാഹ്മണോച്ഛിഷ്ടം താനും പൂജിക്കണം. അന്ന് രാത്രി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഇങ്ങനെ 12 ദിവസവും പാൽ മാത്രം ആഹാരമായി സ്വീകരിച്ച് ശ്രീഹരിപൂജ, സ്തോത്രം, നമസ്കാരം, അഗ്നിഹോത്രം, ബ്രാഹ്മണ ഭോജനം മുതലായവ നടത്തണം. ഭക്തിയോടെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. ത്രയോദശി ദിവസം ശാസ്ത്രവിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള ബ്രാഹ്മണരെ കൊണ്ട് ഭഗവാനെ പഞ്ചാമൃതങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യിക്കണം. ധാരാളം പാൽപായസം ഉണ്ടാക്കി ഭഗവാനും നിവേദിക്കണം. ആ പായസം തന്നെ ഹോമിക്കുകയും വേണം. ജ്ഞാനിയായ ആചാര്യനെയും കർമ്മം നടത്തിയ ഋത്വിക്കുകളെയും വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പശുക്കൾ എന്നിവ ദാനം ചെയ്ത് സന്തോഷിപ്പിക്കണം. ഇതും ഈശ്വരാരാധന തന്നെയാണ്. അവസാനമായി ആചാര്യന്മാർ, ഋത്വിക്കുകൾ, അന്യരായ ബ്രാഹ്മണരെയും അവിടെ വന്നു ചേർന്നിരിക്കുന്ന മറ്റു ജനങ്ങളെയും അന്നദാനം കൊണ്ട്
സുതൃപ്തരാക്കണം. അവരുടെ അർഹത അനുസരിച്ച് ദക്ഷിണ കൊടുക്കണം. ദരിദ്രർ, അന്ധർ, രോഗികൾ മുതലായവർക്കെല്ലാം ആഹാരം നൽകി സൽക്കരിച്ച് അത് ഭഗവാൻ പ്രീതികരമായി കണക്കാക്കി താൻ ബന്ധുക്കളോടൊപ്പം ആഹാരം ഭുജിക്കണം. കശ്യപ പ്രജാപതി പറഞ്ഞു, ഇതാണ് ബ്രഹ്മദേവൻ എനിക്ക് ഉപദേശിച്ചിരിക്കുന്ന പയോവ്രതം. ഒരു 3 ശ്ലോകങ്ങൾ വായിക്കാം. അയം വൈ സർവയജ്ഞാഖ്യ സർവവ്രതമിതി സ്മൃതം തപസാരമിതം ഭദ്രേ ദാനം ചേശ്വര തർപ്പണം തയേവ നിയമാ സാക്ഷാത് ഏവച യമോത്തമ തപോദാനം വ്രതം യജ്ഞോ യേന തുഷ്യത് തദോക്ഷജഃ തസ്മാദേതദ്ബ്രവതം ഭദ്രേ പ്രയതാ ശ്രദ്ധയാ ചര ഭഗവാൻ പരിതുഷ്ടസ്തേ വരാനാശു വിദാസ്യതി. ഇതിന്റെ അർത്ഥം സർവയജ്ഞങ്ങളുടെയും സർവവ്രതങ്ങളുടെയും തപസ്സിന്റെയും ദാനത്തിന്റെയും ഈശ്വര ആരാധനയുടെയും ഫലം ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് വിശ്വാസപൂർവം മനസ്സിരുത്തി ഈ വ്രതം അനുഷ്ഠിച്ചാൽ പരമസന്തുഷ്ടനായ ഭഗവാൻ ശ്രീഹരി ഭവതി ആഗ്രഹിക്കുന്ന വരങ്ങളെല്ലാം തന്ന് അനുഗ്രഹിക്കും. ഈ കഥയുടെ സാരാംശം, നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ ചെയ്യുന്ന തപസ് എത്രമാത്രം ഭക്തി നിർഭരമാണെന്ന് നമുക്ക് കാണാം. പയോവ്രതത്തെ സംബന്ധിച്ചുള്ള അധ്യായത്തിന്റെ വീക്ഷണം ഭംഗിയായിട്ട്, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയും ഈ പ്രഭാഷണത്തിന്റെ രീതി ഇതാണ് ഉദ്ദേശിച്ചത്. എന്താണോ ആ ഒരു അധ്യായത്തിലുള്ളത് അത് മാത്രം കറക്റ്റ്. അത് 10 മിനിറ്റ് ആണ് 10 മിനിറ്റ്, 15 മിനിറ്റ് ആണ് 15 മിനിറ്റ്, 30 മിനിറ്റ് ആണ് 30 മിനിറ്റ് എലാബറേഷൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. അപ്പം നമ്മൾ ഉദ്ദേശിച്ചത് അതിന് ആ അധ്യായം മാത്രം എടുത്ത് നല്ല ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. വളരെയധികം നന്ദി. വീണ്ടും അമ്മയ്ക്ക് ധാരാളം പ്രഭാഷണങ്ങൾക്കും കീർത്തനങ്ങൾ ചൊല്ലാനും അതുപോലെ തന്നെ വായിക്കാനും ഒക്കെ ധാരാളം വേദികൾ കിട്ടട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.